അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ വീഡിയോയിൽ പോലെ നമ്മളുടെ ഹോം തിയേറ്റർ രജിസ്റ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്രണ്ട് പാനൽ കട്ട് ചെയ്തിട്ട് നമുക്കൊരു USB ബോർഡ് പിടിപ്പിക്കണം. നമുക്ക് കുറച്ച് കംപ്ലയിൻറ്റ് കൂടി ഉണ്ട്, അത് നമുക്ക് തീർക്കണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ ഫ്രണ്ട് പാനൽ ഇതാ ഇവിടെ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കവിടെ ബോർഡ് പിടിപ്പിക്കുമ്പോൾ അതിന് നമുക്കവിടെ കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പിടിപ്പിക്കാൻ പോകുന്ന ബോർഡ് നമ്മൾ സാധാരണ നോർമൽ ബോർഡാണ്, ബ്ലൂടൂത്ത് ഉള്ളതാണ്. കൂടാതെ കരോക്കെ മൈക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബോർഡ് നമുക്ക് ഇൻപുട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ 5 വോൾട്ട് ഉണ്ട്. അതുപോലെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. എല്ലാം നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. കൂടാതെ ഇവിടെ മൈക്കിൻ്റെ കണക്ഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ മൈക്കും കൊടുക്കാം, നമുക്കിവിടെ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ എടുക്കാം. ആൻറ്റിൻ്റെ കണക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ മെമ്മറി കാർഡ് കിടാം. ഇപ്പോൾ ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ള ബോർഡാണ് വന്നിട്ടുണ്ടാകുന്നത്. അതുകൂടി ഒരു IC മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് നോക്കിയാൽ കാണാം. നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് അപ്പോൾ നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ IC കാര്യങ്ങളൊക്കെ ഉണ്ട്, പഴയ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വോൾട്ടേജ് വന്നിട്ട് ഇവിടെ 5 വോൾട്ട് വരുന്നുണ്ട്. 5 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ കൂടാതെ ഗ്രൗണ്ടും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ 5 വോൾട്ട് ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷീൽഡ് വയർ ഇട്ടിട്ട് നമുക്കിതോടെ ബോർഡ് ഫിറ്റ് ചെയ്തിട്ട് ഷീൽഡ് വയർ നമുക്ക് നേരെ ഇതിനുള്ളിൽ കൂടെ കണക്ട് ചെയ്ത് അപ്പുറത്തേക്ക് കൊടുക്കാവുന്ന കേട്ടോ. നമ്മളുടെ ഫ്രണ്ട് വാനിൽ ഇവിടെ നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മളിവിടെ വയർ കൊടുത്തിട്ടുണ്ട്. ഷീൽഡ് വയർ നേരെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ഹോൾ അടയ്ക്കണം. ഹോൾ അടച്ചില്ലെങ്കിൽ ഹമ്മിങ് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ കിടന്ന വയർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വയർ നമുക്ക് നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഓഡിയോ ഓക്സ് ഇൻപുട്ട് ഉണ്ട്. ഇവിടെ ഓക്സ് ഇൻപുട്ട് കാണുന്നുണ്ടല്ലേ, അവിടേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഓഡിയോ ഇൻപുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പോണ കണക്ഷൻ നോക്കി വേണമെങ്കിൽ ഇവിടെ നിന്ന് ജമ്പ് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. എന്താ വെച്ചാൽ ഓഡിയോ ഇൻപുട്ട് ഇതിൽ കൊടുക്കുമ്പോൾ അത് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓക്സ് ഔട്ട് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. അങ്ങനെയും കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഓഡിയോ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ റെസിസ്റ്റൻസൊക്കെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് തുരുമ്പെടുത്ത് പോയതാണ്. അപ്പോൾ നമ്മളെല്ലാം റെഡി ആക്കി കഴിഞ്ഞപ്പോൾ സൗണ്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സറൗണ്ടിൻ്റെ ഔട്ട്പുട്ട് ഉണ്ട്. വോളിയം കൊണ്ടുള്ള ഔട്ട്പുട്ട്, ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടാണിത്. നമുക്കിവിടെ സൗണ്ട് കേൾക്കാം. അപ്പോൾ ആ ഒരു സെക്ഷൻ നമ്മൾ കൊടുത്തു നോക്കുകയാണ്. അവിടെ കപ്പാസിറ്റർ വരുന്നുണ്ട്, അതിൽ കൊടുത്തു നോക്കി വരുന്നില്ല. ഇവിടെയൊക്കെ ചാനലുണ്ട്, അതിലൊക്കെ നമുക്ക് ഔട്ടുണ്ട്. പിന്നെ ഇൻപുട്ട് സെക്ഷൻ വരുന്നിടത്ത് നമുക്ക് കൊടുത്തു നോക്കണം. അവിടെയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ചാനലില്ല. ഒരു ചാനലുണ്ട്, രണ്ടാമത്തെ ചാനലുണ്ട്, മൂന്നാമത്തെ ചാനലില്ല, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ് വരുന്നിട്ടുള്ളത്. അപ്പോൾ ഈ IC ആണ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഈ IC നമുക്ക് നോക്കി നോക്കാം. ഈ IC മാറ്റിയാൽ നമുക്ക് റെഡി ആവേണ്ടതാണ്. അപ്പോൾ പണ്ടത്തെ ഹോം തിയേറ്ററിൻ്റെയൊക്കെ മിക്സർ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓരോരോ സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ സബിൻ്റെ പ്രീ IC ഉണ്ട്. കൂടാതെ പ്രോലോജിക്കിന് വേണ്ടിയിട്ട് ഒരു ICകൾ വരുന്നുണ്ട്. ഇതൊക്കെ ബൂസ്റ്റിംഗ് ICകളാണ്. വോളിയം കൺട്രോളിങ് ബൂസ്റ്റിംഗ് IC ആണ്. ഇത് PT22258 വരുന്നുണ്ട്. അത് വോളിയം കൺട്രോളാണ്. 6 ചാനൽ വോളിയം ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളാണ്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ടുള്ളത് ഗെയിന് കൂട്ടാനുള്ള ഇതാണ്. ഓഡിയോ ഔട്ട് ഗെയിന് കൂട്ടാനുള്ള ICകളാണ് ഈ കാണുന്നതൊക്കെ. 4552 സബിൻ്റെ ഫിൽറ്ററായിട്ട് ഇതും ഗെയിന് കൂട്ടാനുള്ള IC ആണ്. അപ്പോൾ ഈ 3 ICയും ബാക്കി 2 ICകൾ വെച്ചിട്ടാണ് നമുക്കിവിടെ നമുക്ക് സബിൻ്റെ ഫ്രീയും കൂടാതെ പ്രോലോജിക്കും കൂടി നമുക്കിവിടെ വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ പ്രോലോജിക്കിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഇത്ര IC വന്നിട്ടുള്ളത്. അത് സാധാരണ പ്രോലോജിക്ക് ഇല്ലാത്ത മിക്കവാറും ഹോം തിയേറ്റർ, ഇത് പഴയ മോഡൽ ഹോം തിയേറ്റർ ആയതുകൊണ്ട് ഇതിന് പ്രോലോജിക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നീട് ശേഷം ഇറങ്ങിയതിനൊക്കെ പ്രോലോജിക്കൊക്കെ നിരോധിക്കുക, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് ഈ പ്രോലോജിക്ക് വരുന്നുണ്ടാവില്ല. അപ്പോൾ പ്രോലോജിക്ക് തീരെ നല്ല പെർഫെക്റ്റായിട്ട് പ്രോലോജിക്ക് കിട്ടുന്ന ഒരു IC കാര്യങ്ങളാണ്. ഈ 3 IC, ഈ 3 നമ്മുടെ 4558 IC എന്നുള്ള ബോർഡ് വരുന്നത്. ഇത് CD 4858 എന്നുള്ള IC വെച്ചിട്ടാണ് പ്രോലോജിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രോലോജിക്ക് വേണ്ടിയിട്ട് 3 IC ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കപ്പാസിറ്റർ ഇൻപുട്ട് വരുന്ന സ്റ്റീരിയോ സിഗ്നലിൽ നമ്മളത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പ്രോലോജിക്കായിട്ട് വരുന്നത് കേട്ടോ.
അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മിഡ് സൗണ്ട് ഒഴിവാക്കും. അതായത് നമ്മൾ സ്റ്റീരിയോയിൽ വരുമ്പോൾ 2 സൈഡിൽ സൗണ്ട് വരുന്നുണ്ടാവും. അപ്പോൾ ആ സൗണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൽ സൗണ്ട് കട്ടാവും. അങ്ങനെയാണ് പ്രോലോജിക്ക് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 4440ൻ്റെ 4 ചാനലാണ് വരുന്നത്, 4 കണക്ഷൻ വരുമല്ലോ. അപ്പോൾ അതിൽ അപ്പുറത്തെ ചാനലിൻ്റെ ഒരു കണക്ഷനും നമ്മൾ ഇപ്പുറത്തെ ഐസിൻ്റെ ഒരു കണക്ഷൻ കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോലോജിക്ക് കിട്ടും. ആ ഒരു ഓപ്ഷനിൽ നമുക്കത് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇവിടെ നല്ല ഫിൽറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്ത് വരുന്നതുകൊണ്ട് നല്ലൊരു ക്ലാരിറ്റിയിലൂടെ വർക്കിങ് കിട്ടും. അപ്പോൾ 44 ഐസിയുള്ള സാധാരണ സിംഗിൾ ആംപ്ലിഫയറൊക്കെ ഉള്ളവർ നമുക്ക് അങ്ങനെ കൊടുത്തു നോക്കിയാൽ നല്ല വർക്കിങ് കാര്യങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഐസിയിൽ ഔട്ട് വരുന്നില്ല. അപ്പോൾ ഈ ഐസി മാറ്റി നോക്കണം, എന്നാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഐസി പോയിട്ടുണ്ടോ ഇല്ലെന്ന്. നമുക്ക് ഐസി മാറ്റി നോക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഇത് കണ്ടില്ലേ, നമുക്കിത് സറൗണ്ട് ചാനലിൻ്റെ ഇൻപുട്ടാണിത്. അത് കപ്പാസിറ്റർ ഇട്ട് നമുക്കൊരു വോളിയം കൺട്രോൾ ഐസിയിൽ നിന്ന് വരുന്നേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത് നമുക്കിത് ഇവിടെ നോക്കിയാൽ കാണാം. ഈ ഒരു കാലിലെ വരുന്നത് ഇൻപുട്ട്. ഈ ഒരു ഇൻപുട്ട് ഈ വോളിയം കൺട്രോളിൻ്റെ ഇൻപുട്ട് വന്നിട്ട് ഔട്ട്പുട്ട് ഇതാണ് വരുന്നത്. നേരെ ക്രോസ് ചെയ്തേക്കാണ് കേട്ടോ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഇൻപുട്ട് ഇവിടെ നമ്മളിവിടെ മാറ്റി കൊടുത്തപ്പോൾ കപ്പാസിറ്റർ ഒഴിവാക്കിയിട്ട് ഇവിടെ നമ്മൾ വേറെ സറൗണ്ടിൻ്റെ ഇൻപുട്ട് ഇങ്ങോട്ട് ജമ്പ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് വോളിയം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഐസിയിൽ നിന്നാണ് ഓഡിയോ വരാത്തത്. ഈ ഐസിയിൽ ഓഡിയോ വരാത്തതുകൊണ്ടാണ് അങ്ങോട്ട് കിട്ടാത്തത്. അത് നമുക്ക് ഈ ഐസി മാറ്റി തന്നെ വേണം. ഈ ഐസി മാറ്റിയിട്ടാൽ നമുക്ക് പറ്റുമോ. നമ്മൾ ആദ്യം ഇവിടെ ഓഡിയോ വന്നില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആദ്യം വോളിയം കൺട്രോൾ ഇവിടെ മാറ്റിയിട്ട് കാര്യമില്ല. അപ്പോൾ വോളിയം കൺട്രോൾ അല്ല കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ ഫിൽറ്റർ ചെയ്തിട്ട് മിക്സ് ചെയ്യുന്ന ഈ ഒരു ഐസിയാണ് പോകാറ്. സാധാരണ ഇതാണ് കംപ്ലയിൻറ്റ് വരാറ്. ഈ ഒരു ചാനലാണ് ഓഡിയോ ഇൻപുട്ട് വരാത്തത്. ഈ ഐസി മാറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ CD 4853 ഐസിയാണ് നമുക്കിവിടെ പോയിട്ടുള്ളത്. അപ്പോൾ CD 4853 ഐസി നമ്മളിവിടെ ഊരിയിട്ടുണ്ട്. നമുക്ക് ഈ ഐസി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഐസി കറക്റ്റ് സോൾഡറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനി ഓൺ ചെയ്ത് നോക്കാം എന്താ സ്ഥിതി എന്നുള്ള വർക്കിംഗ് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഇവിടെ ഈ ഐസിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ 4853ൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വിടിച്ചിട്ടേക്കാണ്. നമ്മളത് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ട്രൈ സോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ സറൗണ്ടിങ് സൗണ്ട് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചാനലും ഓക്കെ ആയിട്ടുണ്ട്. സറൗണ്ടിലൊരു കട്ടിങ് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഓക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് ഇൻപുട്ട് ഇവിടെ നിന്ന് വരുന്നു. അത് നേരെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് റെസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ജമ്പ് ചെയ്തിട്ട് നേരെ 4852 എന്നുള്ള ഐസിയിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്ന് ഔട്ട്പുട്ട് ബ്രിഡ്ജ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് 4558ലേക്കൊക്കെ പോയിട്ടാണ് പ്രോലോജിക്കാക്കി ആക്കിയിട്ടാണ് നമുക്ക് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് പോകുന്നത്. അങ്ങനെ 6 ചാനൽ ഔട്ട്പുട്ട് ഇവിടെ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ സബ് അടക്കം വരുന്നുണ്ട്. ഇത് സബിൻ്റെ ഇൻപുട്ടാണ്, ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ വർക്കിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ ഐസി കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഐസിയാണ് പോയിട്ടുണ്ടായിരുന്നത്. കൂടാതെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിൽ 8050ൻ്റെ ട്രാൻസിസ്റ്റർ ഫ്രീയിൽ പോയിട്ടുണ്ടായിരുന്നു. 2030ൻ്റെ ഐസി 3, 4 പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സെക്ഷനൊക്കെ നമ്മളിവിടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആക്കിയിട്ടാണ് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ പഴയ കാലത്തൊരു ജാക്ക് മാർട്ടിൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു ഭയങ്കര പ്രോലോജിക്കുള്ളൊരു ഹോം തിയേറ്റർ തന്നെയായിരുന്നു. കൂടാതെ നമുക്ക് 5.1 ആയിട്ട് DVD പ്ലെയറൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ അന്ന് നല്ലൊരു ഹോം തിയേറ്റർ ആയിരുന്നു. അപ്പോൾ ഇതിലാണ് നമ്മൾ USB കയറ്റിയുള്ളത്. നമുക്കിതിൽ വേണമെങ്കിൽ ഓഡിയോ റെഷിൻ്റെ ബോർഡൊക്കെ കയറ്റിയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനുള്ള സബ്ബാണ് കാണുന്നത്. അപ്പോൾ 2030യുടെ ഡബിൾ ഐസി വരുന്ന സബ്ബാണ്. അത് 2 ഐസി വെച്ചിട്ടാണ് സബ്ബ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 60 വാട്ട്സ് മാക്സിമം ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഐസി കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ സബ്ബൂഫറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഐസി കംപ്ലൈൻറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ സർവീസ് റെഡി ആയിരുന്നു കേട്ടോ. നമുക്കത് ബാക്കി ഫുള്ള് സെറ്റ് ചെയ്തിട്ടൊന്ന് പാടിച്ചു നോക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാ ഫിറ്റിങ് കഴിഞ്ഞു. അപ്പോൾ 2.2 ഓംസിൻ്റെ 2 റെസിസ്റ്റർ ഞാൻ പാരൽ ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ 5 വോൾട്ട് കൊടുക്കുന്നുണ്ട്. 5 വോൾട്ട് നമ്മളിവിടെ ഡയറക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ USB ഷോർട്ടേജ് എന്ന് വന്നു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് പോയാലും പ്രോഗ്രാമൈസ് വരെ പോയി പോകും. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ പ്രോഗ്രാമൈസിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. മൈക്രോ സ്വിച്ചും റിമോട്ട് സെൻസറൊക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഫ്രണ്ട് പാനൽ ബോർഡിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഷോർട്ടായിട്ട് ഓവർ വോൾട്ടേജ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിച്ചു പോകും. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മളിത് പോകാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ റെസിസ്റ്റർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
clown. We're all taught they deserve it now. It's only boy. Stop till they hear me now. I won't stop till I win. But it's not what it seems. You got what you bring, how you fight in the ring, how you take a fucking swing. I swear to God they all let me down. To wear the crown, I'm off at these. We're all taught they deserve it now. It's only worth it if you work for it. അടിപൊളി വർക്കിംഗ് ആണ്. നമ്മളിപ്പോൾ കേട്ടത് ഓരോരോ ചാനൽ സൗണ്ടുകളാണ്. ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സെൻറ്റർ സ്പീക്കർ. അപ്പോൾ നമ്മൾ സറൗണ്ടിലും സെൻറ്റർ സ്പീക്കറിലും നമുക്ക് സെൻറ്ററിൽ വോയിസ് കൂടുതൽ വരും. സറൗണ്ടിൽ വന്നിട്ട് എക്കോ ആയിട്ടാണ് വരിക. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിൽ മ്യൂസിക്കും അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസും സൗണ്ടൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ നല്ലൊരു വർക്കിംഗ് കാര്യങ്ങൾ കിട്ടുന്ന പഴയ മോഡലൊരു മിക്സർ ഹോം തിയേറ്ററാണിത്. പ്രോലോജിക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ പണ്ടത്തെ ഹോം തിയേറ്ററിൽ പ്രോലോജിക്. അപ്പോൾ പഴയ ഹോം തിയേറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ USB ബോർഡൊക്കെ കയറിയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ പഴയ ഒരു ഹോം തിയേറ്റർ ഒരു പെർഫോമൻസ് നമുക്ക് ഇപ്പോൾ വരുന്ന കുറഞ്ഞ വിലയിലുള്ള ഹോം തിയേറ്ററിലൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അടിപൊളി വർക്കിംഗ് ആണ് പഴയ ഹോം തിയേറ്ററുകളൊക്കെ. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ നമ്മൾ സൗണ്ട് കേൾക്കുന്നത് ഫ്രണ്ട് സ്പീക്കറിനാണ്. പ്രോലോജിക് ഇടാം. And it's twisted, you can break it with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls for the pants, here's my heart straight through. I got issues in my head, I like you in my bed, but you. So if you take that, will you regret everything that you did, that you said? I don't think you understand what you're doing, and my heart's black and blue from the bruising. I feel like when I'm with you അപ്പോൾ നമുക്ക് എല്ലാ ചാനലിലും നല്ല അടിപൊളിയായിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്ലാരിറ്റി ഉള്ളൊരു ഹോം തിയേറ്റർ തന്നെയാണ്. നമ്മൾ ഇങ്ങനത്തെ പഴയ ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വർക്കിൽ നമുക്ക് പെൻ ഡ്രൈവ് കിട്ടിയിട്ട് നമുക്ക് സൗണ്ട് കേൾക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹോം തിയേറ്ററൊക്കെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ നന്നാക്കാൻ എളുപ്പമായിരിക്കും. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.